സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവികയും മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ടുള്ളൊരു ഫോട്ടോ തനിക്ക് കിട്ടിയതിൻ്റെ പേരിനാണ് ആക്സിഡൻ്റ് ഉണ്ടായേ എന്നുള്ള കാര്യം CPയോടും പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടൊന്നും പറയുന്നില്ല നന്ദൻ. അങ്ങനെ മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് നന്ദൻ ഇപ്പം കടന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ദേവികയോട് പോലും ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്നില്ല, മനസ്സിൽ വെച്ച് നീറിക്കൊണ്ട് നടക്കുവാണ് നന്ദൻ. ആ സമയത്ത് പ്രഭാവതിക്കും സിദ്ധാർത്ഥനും എല്ലാം മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ പാർട്ടിയിൽ ലേറ്റായി വന്നതിൻ്റെ പേരിനുണ്ടായ പ്രശ്നങ്ങളല്ല, മറ്റെന്തോ ഒരു കരട് നന്ദൻ്റെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദനും ദേവിയും തമ്മിൽ തെറ്റി തുടങ്ങുന്നു എന്നുള്ളൊരു ടെൻഷനിൽ വേവലാതിപ്പെടുന്ന സിദ്ധാർത്ഥനെ സമാധാനിപ്പിക്കുന്നു പ്രഭാവതി. പ്രഭാവതിക്കും പുറമേ പറയുന്നില്ലെന്നേ ഉള്ളൂ, അല്ലാത്ത വിഷമമാകുന്നു. മാക്സിമം ആ ഒരു പ്രശ്നം കോംപ്രമൈസ് ചെയ്യിക്കാൻ സിദ്ധാർത്ഥനും പ്രഭാവതിയും കൂടെ നോക്കുന്നു. അതായത് സ്റ്റേഷനിൽ നിന്ന് വന്ന നന്ദനെ കാണാനായിട്ട് ഓടി വരുന്ന ദേവികയോട് മോശമായി പെരുമാറുന്നുണ്ട് നന്ദൻ. അപ്പോൾ അവരെ രണ്ടുപേരെയും മാറ്റി മാറ്റി നിർത്തി, അതായത് പ്രഭാവതി നന്ദനോടും ദേവികയോട് സിദ്ധാർത്ഥനും കൂടി സംസാരിച്ച് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ദേവിക പറയുന്നു നന്ദൻ്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കാനും തയ്യാറാണ്, അന്ന് ലേറ്റായി വന്നതിൻ്റെ പ്രശ്നം മാത്രമേ എനിക്കറിയാവൂ എന്ന് പറയുന്ന സമയത്ത് സിദ്ധു പറയുന്നു എനിക്ക് അത് മാത്രമല്ല തോന്നുന്നത്, മറ്റെന്തോ പ്രശ്നം അവൻ്റെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും നന്ദൻ ഇങ്ങനെ പുകഞ്ഞ് പുറത്ത് മുറ്റത്ത് നടക്കുന്നത് ടെറസിൻ്റെ മേളിൽ നിൽക്കുന്ന സിദ്ധാർത്ഥൻ കാണുന്നുണ്ട്. മാത്രമല്ല പ്രഭാവതിയും സിദ്ധാർത്ഥനെ തിരക്കി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നന്ദൻ ഒരുമാതിരി എന്തെന്നില്ലാത്ത ആലോചനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുലാത്തി നടക്കുന്നത് അവരും ശ്രദ്ധിക്കുന്നു. അവർക്ക് രണ്ടാൾക്കും വിഷമമാകുന്നു, എന്താ പ്രശ്നമെന്ന് അറിയാൻ വയ്യാത്ത ആ അവസ്ഥയിൽ. നന്ദനൊരു ആക്സിഡൻറ്റ് പറ്റി എന്നറിഞ്ഞ് ദേവികയുടെ അമ്മ രാധിക ദേവികയെ വിളിക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട് നന്ദന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പറ്റിയില്ല, വഴിയരികിൽ നിന്ന ഒരാളുടെ മേത്തൂടെ പോയെന്നേ ഉള്ളൂ, അയാൾക്കും യാതൊരു ആപത്തും പറ്റിയില്ല. സ്റ്റേഷനിൽ വെച്ച് തന്നെ ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്ത് നന്ദനിപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പം റൂമിലാണ്. നിങ്ങൾ നിങ്ങളുള്ള പ്രശ്നമൊക്കെ മാറിയോ, നന്ദന് ദേഷ്യമൊക്കെ കുറഞ്ഞോ എന്ന് രാധിക ചോദിക്കുമ്പം ദേവികയാണെങ്കിൽ ഒന്നും മിണ്ടാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴേ രാധികയ്ക്ക് മനസ്സിലാകുന്നു അന്ന് രാത്രി ആ ഫംഗ്ഷന് ലേറ്റായി വന്നതിനെ തുടർന്ന് നന്ദൻ ഒരുപാട് അവിടെ വെച്ച് ചൂടായല്ലോ, ആ പ്രശ്നങ്ങളൊന്നും ഇതുവരെ മാറിയിട്ടില്ലെന്ന്. നിങ്ങൾ രണ്ടാളും ആ പഴയ നന്ദനും ദേവികയായിട്ട് മാറണം, അത് കാണാനാണ് അമ്മയ്ക്കിഷ്ടം. എന്തായാലും അധികം താമസിക്കാതെ ഈ പ്രശ്നം അങ്ങ് പറഞ്ഞ് തീർപ്പാക്കണം, വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം വഷളാകും എന്നൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ദേവികയ്ക്ക് അമ്മ. അതും പ്രകാരം നമ്മുടെ ദേവികയാണെങ്കിൽ നന്ദൻ്റെ കാല് പിടിച്ച് കരഞ്ഞ് മാപ്പ് ചോദിക്കുന്നുണ്ട്. തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ തെറ്റുകൾക്കും മാപ്പ് തരണം, നന്ദൻ എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നന്ദൻ്റെ മനസ്സലിയുന്നു. അങ്ങനെ പോട്ടേന്ന് പറഞ്ഞ് പിടിച്ചിണയിപ്പിക്കുന്ന ആ തൊട്ട് പിന്നാലെ നന്ദൻ്റെ ഫോണിലേക്ക് വീണ്ടും കുറേ ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ത്യാഗരാജനും ജിൻസിയും തുനിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും നന്ദൻ്റെ മനസ്സിന് പല സംശയങ്ങളും വരുത്തിക്കുന്നു. അങ്ങനെ ഋഷിയും ദേവികയും അടുത്തിരിക്കുന്ന ആ ഒരു ഫോട്ടോ തന്നെയാണ് ഇപ്പോഴും സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതോടുകൂടി നന്ദന് വീണ്ടും ദേവികയോട് ദേഷ്യമാകുന്നു. നന്ദനാണെങ്കിൽ അങ്ങനെ ആക്സിഡൻ്റ് ഒന്നും വരുത്തിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനല്ല. തലേ ദിവസത്തെ പാർട്ടിയിൽ ലേറ്റായി ദേവിക ചെന്നതിനെ തുടർന്ന് ദേവികയും നന്ദനും ഉടക്കിയെന്നുള്ള കാര്യം ദേവികയായിട്ട് അരുന്ധതിയോട് പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അരുന്ധതി CPയോട് പറയുന്നുണ്ട് വണ്ടി ഡ്രൈവ് ചെയ്തിരുന്ന സമയത്ത് നന്ദൻ്റെ മനസ്സ് ഓക്കെ ആയിരുന്നില്ലായിരിക്കും, അതായിരിക്കും ഇങ്ങനൊരു ആക്സിഡൻറ്റ് പറ്റാൻ കാര്യം. അവരെ ഫാമിലിയിൽ എന്തെങ്കിലും വേറെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. പിറ്റേ ദിവസം നമ്മുടെ രജനിയും ഗിരീഷ് മാഷും കൂടി ചന്ദ്രത്ത് തറവാട്ടിലേക്ക് വരുന്നു. അപ്പോൾ പ്രഭാവതിയുടെയും സിദ്ധുവിൻ്റെയും വായിൽ നിന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് നന്ദനും ദേവികയും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ കോംപ്രമൈസ് ആയിട്ടില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ നന്ദനും ദേവികയും രണ്ടുപേരും സത്യങ്ങൾ മറച്ചു വെക്കുന്നു. നന്ദനാണെങ്കിൽ ദേവികയും മറ്റൊരു ചെറുപ്പക്കാരനും ചേർന്നിരിക്കുന്ന ഒരു ഫോട്ടോ തനിക്ക് ആരോ ഫ്രെയിം ചെയ്ത് തന്നു, വാട്സപ്പിലും അയക്കുന്നു എന്നുള്ള കാര്യം മറ്റെല്ലാവരിൽ നിന്നും മറയ്ക്കുന്നു. ദേവികയാണെങ്കിൽ അരുന്ധതിക്ക് ചെയ്തു കൊടുത്ത ആ സത്യത്തെ ഓർത്ത് അരുന്ധതിക്ക് ഇങ്ങനൊരു മകനുണ്ടെന്നും വയ്യാതെ കിടക്കുന്ന ചെറുപ്പക്കാരന് പരസഹായം കൂടാതെ മറ്റൊരു കാര്യവും ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഫുഡും വെള്ളവും മരുന്നും മാത്രം കൊടുക്കുന്നേ ഉള്ളൂ എന്നുള്ള കാര്യമൊക്കെ മറച്ചു വെക്കുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നം വലുതായി മുന്നോട്ട് പോകുമ്പോൾ ദേവികയുടെ മാനസികാവസ്ഥയിൽ മനസ്സ് നീറി അരുന്ധതി തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന ആ നിമിഷത്തിലേക്ക് കഥ പോകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം അരുന്ധതിക്ക് ദേവികയെന്ന് പറഞ്ഞാൽ ജീവന മാത്രമല്ല, ജിൻസിയും ത്യാഗരാജനും ഉദ്ദേശിക്കുന്നത് പോലെ തൻ്റെ മകനെയും ദേവികയും ചേർത്ത് മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രഭാവതിയുടെ കുടുംബത്തെ തകർക്കാനൊന്നും അവരാഗ്രഹിക്കത്തില്ലായിരിക്കും.
കാത്തിരിക്കാൻ എന്താകുമെന്ന്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.